ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നല്ലൊരു DC-to-DC കൺവേർട്ടറാണ്. അപ്പോൾ ഇത് നമുക്ക് വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ തന്നെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നിലേക്കുള്ള ഒരു യാത്രയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 12 വോൾട്ടാണ് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത്. 12 വോൾട്ട് കൊടുക്കേണ്ട ഭാഗം ഇവിടെയാണ്. 12 വോൾട്ട് കൊടുക്കേണ്ട ഭാഗം ഇവിടെയാണ് വരുന്നത്. പോസിറ്റീവ് സൈഡ് ഇവിടെയാണ്, നെഗറ്റീവ് സൈഡ് ഗ്രൗണ്ട് ഇവിടെയാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത് ഔട്ട്പുട്ട്. നമുക്ക് സിംഗിൾ സപ്ലൈ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ സപ്ലൈ ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് 3 മോഡലിലാണ് വരുന്നത്. 24 വോൾട്ട്, 20 വോൾട്ട്, 36 വോൾട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് ഈ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് DC-to-DC ആണ്. അപ്പോൾ നമ്മളിവിടെ DC കൊടുക്കുന്നു, ഇതുവഴി DC ഔട്ട്പുട്ട് ഡ്യുവൽ സപ്ലൈ ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 36 വോൾട്ടാണ് കിട്ടുന്നത്. പോസിറ്റീവ് 36, നെഗറ്റീവ് 36, ഗ്രൗണ്ട് ഇങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. കൂടാതെ തന്നെ ഇത് നമുക്ക് സബ് വൂഫർ പോലെയുള്ള ആംപ്ലിഫയറുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ, വാഹനങ്ങളിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് SMD ടൈപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ വരുന്നില്ല. നോർമൽ കമ്പോണൻസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് ആയാലും സർവീസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് സർവീസ് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഈ ഒരു കമ്പനി. കൂടാതെ ഇതിൽ 36 വോൾട്ടാണ് ഞാൻ പറഞ്ഞത്. 36 വോൾട്ട് ഡ്യുവൽ സപ്ലൈ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ 10 ആംപിയറാണ് അതിൻ്റെ ഔട്ട്പുട്ടിന് നമുക്ക് കിട്ടുന്നത്. കാറിൻ്റെ ബാറ്ററിയൊക്കെ ആകുമ്പോൾ 30 ആംപിയറിനൊക്കെ മുകളിലോട്ടായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ 30 ആംപിയർ കൊടുത്താലും 12 വോൾട്ട് 30 ആംപിയർ കൊടുക്കുകയാണെങ്കിൽ 30-ന് മുകളിലോട്ട് വരുന്ന ബാറ്ററികളും നമുക്ക് കാറിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ 10 ആംപിയറാണ് നമുക്ക് കിട്ടുന്നത്. ഒരു സബ് വൂഫറിൻ്റെ ആമിനെ സംബന്ധിച്ചിടത്തോളം 10 ആംപിയർ ധാരാളം തന്നെയാണ്. കാറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു 300 വാട്ട്സിൻ്റെ 250 വാട്ട്സിൻ്റെയൊക്കെ ആ ഒരു രീതിയിലുള്ള ഇതിന് വേണം നമ്മളിത് കൊടുക്കാനായിട്ട്. ഒരു 300 വാട്ട്സ് വരെയൊക്കെ ഉള്ള ക്ലാസ് ABയോ ക്ലാസ് Dയോ പോലുള്ള ആംപ്ലിഫയറുകൾക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ലോക്കലി അസംബ്ലി ചെയ്യുന്ന ആൾക്കാരാണ് ഇതുപോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. ബ്രാൻഡഡിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന കാർ ആമ്പിനകത്ത് തന്നെ ഇതുപോലത്തെ DC-to-DC കൺവേർട്ടറുകളൊക്കെ അതിനകത്ത് തന്നെ ആമ്പിനകത്ത് തന്നെ കാണാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് 12 വോൾട്ട് കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് അസംബ്ലി ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കൺവേർട്ടറുകൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുപോലത്തെ കൺവേർട്ടർ വാങ്ങിയിട്ട് ആൾക്കാർ വീട്ടിലും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 30 ആംപിയറിൻ്റെയൊക്കെ 12 വോൾട്ട് 30 ആംപിയറിൻ്റെയൊക്കെ LED ഡ്രൈവറൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലത്തെ ഡ്രൈവർ എടുത്തിട്ട് ആൾക്കാർ ഇതിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ റിവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് തന്നിട്ടുള്ളത് ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ആണ്. കാര്യം നമുക്കിപ്പോൾ പ്രോഡക്റ്റ് ക്യാഷ് കൊടുത്ത് വാങ്ങി ഉപയോഗിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള കടകളിൽ പോയിട്ട് അവരുടെ അടുത്ത് പ്രോഡക്റ്റ് ചോദിച്ച് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കി ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കി. കാര്യം നമുക്ക് അവിടെ വെച്ച് വർക്കിംഗ് ആണോ എന്ന് നോക്കുകയും വേണം. തിരിച്ച് കൊടുക്കുന്ന സമയത്ത് വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചും കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 12 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് 36 വോൾട്ട് അവർ പറയുന്നുണ്ട്. നമുക്കൊരു 35 വോൾട്ട് പക്കയായിട്ട് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. 35 വോൾട്ട് പക്കയായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് വർക്കിംഗ് കറക്റ്റ് വോൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആംപിയറും കറക്റ്റ് വോൾട്ടും നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് ആംപിയർ മീൻസ് നല്ല ആംപിയറുള്ള ബാറ്ററി തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ ഈ പറയുന്ന 10 ആംപിയർ നമുക്ക് കൃത്യമായിട്ടും കാണത്തുള്ളൂ. കാര്യം DC-to-DC കൺവേർട്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ കൺവേർഷനും പല കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. മോസ്ഫെറ്റ് സ്വിച്ചിങ് മോസ്ഫെറ്റൊക്കെ വെച്ചിട്ടൊക്കെയാണ് അവരിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ആംപിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻപുട്ട് സൈഡിൽ അതുപോലെ ആംപിയർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഔട്ട്പുട്ട് സൈഡിലും നമുക്ക് ഈ ഒരു ആംപിയർ കറക്റ്റായി കിട്ടുന്നത്. ഇൻപുട്ട് സൈഡിൽ ആംപിയർ കുറച്ചാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് സൈഡിൽ ആംപിയർ കുറവായിരിക്കും. ഇപ്പോൾ 12 വോൾട്ട് നമ്മൾ ഒരു സാധാരണ ഒരു 12 വോൾട്ട് ഒരു 4 ആംപിയർ 5 ആംപിയറൊക്കെ കൊടുത്താലും ചിലപ്പോൾ ഔട്ട്പുട്ടിൽ 36 വോൾട്ടെന്നോ അല്ലെങ്കിൽ 35 വോൾട്ടെന്നോ 30 വോൾട്ടെന്നൊക്കെ ചിലപ്പോൾ ഔട്ട്പുട്ടിൽ കാണിച്ചെന്നിരിക്കും. പക്ഷെ നമ്മൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന സപ്ലൈക്ക് നമുക്ക്
കറക്റ്റായിട്ട് ആംബിയർ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചില ആൾക്കാർ, ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്, ചില ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് വാങ്ങി ഒന്ന് ഉപയോഗിക്കാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30/30 ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ 35/35 ട്രാൻസ്ഫോമറൊക്കെ വാങ്ങി ഒരുപാട് പൈസ ആവുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ പകുതി ക്യാഷല്ലേ ആവുള്ളൂ. അപ്പോൾ ഇത് വാങ്ങി യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാമല്ലോ എന്നുള്ള ഐഡിയയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാര്യം ഇതുപോലത്തെ ഇതൊക്കെ വെച്ച് പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് അവരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഞാൻ. പുതിയതായിട്ട് ഇത് വീഡിയോ കാണുന്ന പുതിയ ആൾക്കാർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. കാര്യം എൻ്റെ വീഡിയോ കൂടുതലും കാണുന്നത് പുതിയ ഇതിലോട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മളിവിടെ ഇൻപുട്ടിൽ കൊടുക്കേണ്ട അതേ നല്ല ആംബിയർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഔട്ട്പുട്ടിൽ നല്ല ആംബിയർ വരുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരം, അവിടെ ഇത് അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ നമ്പറിൽ അവിടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൊറിയറായിട്ട് ഈ പ്രോഡക്റ്റ് അയച്ചു തരുന്നതാണ്. കൂടാതെ തന്നെ ഒരു കാര്യം പറയാൻ പോയി, ഇതിനകത്തൊരു ഓൺ ഓഫ് സ്വിച്ചും കൂടെ വരുന്നുണ്ട്. ഇവിടെയാണ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഈ ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ സപ്ലൈ കൊടുത്ത് ഓൺ ആക്കുമ്പോഴായിരിക്കും സർക്യൂട്ട് ഓൺ ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്തൊരു പോസിറ്റീവ് സൈഡിൽ ഒരു ഫ്യൂസും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഫ്യൂസ് പോസിറ്റീവ് സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്, ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്, ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. അത്യാവശ്യം അവിടെ സെയിൽ നടക്കുന്നൊരു പ്രോഡക്റ്റും കൂടെ തന്നെയാണ് ഇത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി ആണ് മെയിൻ ഒരു ഇത്. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കപ്പാസിറ്ററൊക്കെ അവർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കമ്പോണൻസും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റിനുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ലെങ്തി ആക്കുന്നില്ല, ഇത്രയും തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അത് തിരുത്താൻ വേണ്ടി നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.